നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ ലീഗ് കേരള ഇങ്ങെത്തി. 7-ാം തീയതിയാണല്ലോ ഉദ്ഘാടന മത്സരം. മലപ്പുറം FC-യും ഫോഴ്സ കൊച്ചിയും തമ്മിലാണ് കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് അന്നത്തെ ദിവസം ഏറ്റുമുട്ടുന്നത്. 7-ാം തീയതി സെപ്റ്റംബർ 7 രാത്രി 8 മണിക്ക് തീ പറക്കുന്ന പോരാട്ടങ്ങൾക്ക് തുടക്കമാവുകയായി. SLKയെക്കുറിച്ച് നമ്മൾ ഇപ്പം നിരന്തരം വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അറിയേണ്ടതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ട്രോഫിയെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഓരോ ഫ്രാഞ്ചൈസികളെയും നമ്മൾ പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് FCയെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മലപ്പുറം FCയെക്കുറിച്ചാണ്. ഉദ്ഘാടന മത്സരം കളിക്കുന്നത് മലപ്പുറമാണ്. ഒരു ഭാഗത്ത് മലപ്പുറം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ പൂക്കുന്ന നാടാണ് മലപ്പുറം. എങ്ങും എവിടെയും നമുക്ക് പന്ത് കളിക്കുന്നവരെ കാണാൻ പറ്റും. ഒരു ഒഴിഞ്ഞ സ്ഥലം, ഒരിത്തിരി സ്ഥലം കിട്ടിയാൽ രണ്ട് ഭാഗത്തും ഗോൾ പോസ്റ്റ് കുത്തി പന്ത് തട്ടുന്നവരാണ് മലപ്പുറത്തുകാർ. മഴ മാറിക്കഴിഞ്ഞാൽ വയലുകളിൽ, പാടത്ത്, അതുപോലെ പറമ്പുകളിൽ ഇപ്പോൾ ആണെങ്കിൽ നിരവധി ടർഫുകൾ എല്ലായിടത്തും കാണാൻ പറ്റും. അങ്ങനെ എല്ലായിടത്തും ഫുട്ബോൾ ഒഴിച്ചൊരു കാര്യവുമില്ല മലപ്പുറത്തുകാർക്ക് എന്നതാണ് യാഥാർത്ഥ്യം. ഫുട്ബോളിനെ കുറിച്ചാണ് ചർച്ച, ഫുട്ബോളിനെ കുറിച്ചാണ് ചിന്ത. ഊണിലും ഉറക്കിലും ഒക്കെ ഫുട്ബോൾ തന്നെയാണ് അവരുടെ ചിന്തയിൽ. അങ്ങനെ ഫുട്ബോളിനെ ജീവവായുവാക്കി മാറ്റിയ ഒരു ജനതയുണ്ടിവിടെ. ആ ജനതയുടെ സ്വന്തം ക്ലബ്ബാണ് മലപ്പുറം FC. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി, പ്രതീക്ഷകളുടെ വലിയൊരു ഭാരവും പേറിയിട്ടാണ് പ്രഥമ സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറം FC പന്ത് തട്ടാൻ ഇറങ്ങുന്നത്. മികച്ചൊരു താരനിര മലപ്പുറം FCക്കുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് മലപ്പുറം FCയെക്കുറിച്ച് വിശദമായിട്ട്. ആരാണ് കോച്ച്, അതുപോലെ ആരൊക്കെയാണ് താരങ്ങൾ, വിദേശ താരങ്ങൾ ആരൊക്കെയാണ്, ഇന്ത്യയിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് തന്നെ താരങ്ങളുണ്ട്, കേരളത്തിൽ താരങ്ങളുണ്ട്, കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് താരങ്ങളുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് താരങ്ങൾ, അതുപോലെ തന്നെ മലപ്പുറം FCയുടെ ഷെഡ്യൂൾ എങ്ങനെയാണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ആദ്യം മലപ്പുറം FCയുടെ കോച്ച് ജോൺ ഗ്രിഗറിയാണ്. മുൻ ഇംഗ്ലണ്ട് താരം, ഇംഗ്ലണ്ടിന് വേണ്ടി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ളയാളാണ്. അദ്ദേഹത്തിൻ്റെ പരിശീലന കരിയർ നോക്കുകയാണെങ്കിൽ തന്നെ ആസ്റ്റൺ വില്ല, അതുപോലെ ക്യൂൻസ് പാർക്ക് റേഞ്ചേഴ്സ് തുടങ്ങിയിട്ടുള്ള ക്ലബ്ബുകളെയൊക്കെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ചെന്നൈയിൻ FCയെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിൽ അദ്ദേഹത്തിന് അനുഭവ സമ്പത്തുമുണ്ട്. വലിയ അനുഭവ സമ്പത്തുള്ള ഒരു പരിശീലകന് കീഴിലാണ് മലപ്പുറം FC ഒരുങ്ങുന്നത് എന്നർത്ഥം. താരനിര നോക്കിയാൽ മലപ്പുറത്തിൻ്റെ അഭിമാനം അനസ് എടത്തൊടിക, മുൻ ഇന്ത്യൻ താരം അനസ് എടത്തൊടിക ടീമിലുണ്ട്. കൂടാതെ തന്നെ വിദേശ താരങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ 3 സ്പാനിഷ് താരങ്ങൾ, 3 സ്പാനിഷ് താരങ്ങളും ഒരു പോർച്ചുഗീസ് താരവും ഒരു ഉറുഗ്വായ് താരവും ഒരു ബ്രസീലിയൻ താരവും ഈ ടീമിലുണ്ട്. വിദേശ താരങ്ങൾ നോക്കുകയാണെങ്കിൽ ഐറ്റർ ഉണ്ട്, സ്പാനിഷ് താരമാണ് അദ്ദേഹം. ഐറ്റർ അൽഡാലൂർ, അതുപോലെ തന്നെ മറ്റൊരു സ്പാനിഷ് താരമായിട്ടുള്ള ജോസേബ ബെയ്റ്റിയ ഈ ടീമിലുണ്ട്. കൂടാതെ ഉറുഗ്വായ് താരം പെഡ്രോ ഹാവിയർ മൻസി, പിന്നെ സ്പാനിഷ് താരമായിട്ടുള്ള റൂബൻ ഗാർസസ്, ബ്രസീലിയൻ താരമായിട്ടുള്ള സെർജിയോ ബർബോസ ഡാസിൽവ ജൂനിയർ, മെസ്ക എന്ന് വിളിക്കുന്ന ബൗമെസ്ക ട്യൂന ബങ്ന, അതാണ് അദ്ദേഹത്തിൻ്റെ പോർച്ചുഗീസ് താരമായിട്ടുള്ള മെസ്കയുടെ മുഴുവൻ പേര്. പോർച്ചുഗലിൻ്റെ യുവ ടീമിനൊക്കെ, അതായത് യൂത്ത് ടീമുകൾക്കൊക്കെ കളിച്ചിട്ടുള്ളയാളാണ് മെസ്ക. അദ്ദേഹം മധ്യനിര താരമാണ്. അപ്പോൾ ഇങ്ങനെ വിദേശ താരങ്ങളുണ്ട്. നമ്മൾ മുഴുവൻ ടീം ലിസ്റ്റ് ഒന്ന് എടുത്ത് പരിശോധിക്കുകയാണ്. ഐറ്റർ അൽഡാലൂർ, കൂടാതെ അർജുൻ രാജ്, പിന്നെ ജോർജ് റിക്കാർഡോ ഡിസൗസ, പിന്നെ ഗുർജീന്ദർ കുമാർ, ജോസേബ ബെയ്റ്റിയ, ജോയ്വിൻ ആൻഡി കർണീഡോ, നന്ദുകൃഷ്ണ, മിഥുൻ വാഴയിൽ, മീറ്റ് അനിൽ അഡേക്ക, പിന്നെ മുഹമ്മദ് മുഷ്റഫ് അബ്ദുൽ റഹ്മാൻ, മുഹമ്മദ് സിനാൻ മിർദാസ് അബ്ബാസ്, നോലൻ നോബർട്ട് പിൻഡോ, പെഡ്രോ ഹാവിയർ മാൻസി, റിഫാത്ത് റംസാൻ, റിസ്വാൻ അലി എടക്കവിൽ, റൂബൻ ഗാർസസ്, സൗരവ് ഗോപാലകൃഷ്ണൻ, സെർജിയോ ബർബോസ ഡാസിൽവ ജൂനിയർ, സുനിൽ ഷിഖു, അനസ് എടത്തൊടിക, റിഫാത്ത് റംസാൻ, മെസ്ക, ബുജൈർ, അതുപോലെ ഫസ്ൽ റഹ്മാൻ, മുഹമ്മദ് നിഷാം, ഒപ്പം ടെൻസിൻ സംദൂപ്പ്. ഇതാണ് മലപ്പുറം FCയുടെ നിരയിലുള്ള താരങ്ങൾ. എന്തായാലും മികച്ചൊരു മിക്സാണ്. വിദേശ താരങ്ങളുടെയും ഇന്ത്യൻ താരങ്ങളുടെയും മികച്ച മിക്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ താരങ്ങളിൽ അനസ് എടത്തൊടികയെ പോലുള്ള വളരെ അനുഭവ സമ്പത്തുള്ള താരങ്ങളുണ്ട്. പിന്നെ മിഥുനുണ്ട്,
അപ്പം വളരെ മികച്ച ഒരു സ്ക്വാഡ് തന്നെയാണ് മലപ്പുറം എഫ് സിക്കുള്ളത് എന്നർത്ഥം. മികച്ചൊരു പോരാട്ടം അവർ കളിക്കളത്തിൽ കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. ഏതായാലും ഉദ്ഘാടന മത്സരം കളറാക്കാൻ മലപ്പുറത്ത് നിന്ന് കൊച്ചിയിലേക്ക് നിരവധി മലപ്പുറം എഫ് സിയുടെ ആരാധകരെത്തുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഉദ്ഘാടന മത്സരം എവേ മത്സരമാണ്. പക്ഷേ സെപ്റ്റംബറിൽ ബാക്കി മത്സരങ്ങൾ മലപ്പുറത്തിന് ഹോം മത്സരങ്ങൾ തന്നെയാണ്. അപ്പോൾ സെപ്റ്റംബർ 7-ന് ഫോഴ്സ കൊച്ചിക്കെതിരെ കളിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 14-ന് കാലിക്കറ്റ് എഫ് സിയുമായിട്ട് ഹോം മത്സരം കളിക്കുന്നു. സെപ്റ്റംബർ 20-ന് തൃശ്ശൂർ മാജിക് എഫ് സിയുമായിട്ട് ഹോം മത്സരം കളിക്കുന്നു. സെപ്റ്റംബർ 25-നാണ് അടുത്ത മത്സരം വരുന്നത്. അതും ഹോം മത്സരമാണ്. കണ്ണൂർ വാരിയേഴ്സുമായിട്ടാണ് ആ മത്സരം. അത് കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബർ 2-ന് എവേ മത്സരമാണ്. തിരുവനന്തപുരം കൊമ്പൻസിനെതിരെ എവേ മത്സരം കളിക്കുന്നു. പിന്നീട് ഒക്ടോബർ 9-ന് വീണ്ടും ഹോം മത്സരം വരുന്നു. ഫോഴ്സ കൊച്ചിക്കെതിരെ മലപ്പുറത്ത് വെച്ച്, അതായത് പയ്യനാട് സ്റ്റേഡിയത്തിൽ, മഞ്ചേരിയിലെ സ്റ്റേഡിയത്തിൽ വെച്ച് ഏറ്റുമുട്ടുകയാണ്. അത് കഴിഞ്ഞ് ഒക്ടോബർ 12-ന് എവേ മത്സരം കാലിക്കറ്റ് എഫ് സിക്കെതിരെ. ഒക്ടോബർ 18-ന് തൃശ്ശൂർ മാജിക് എഫ് സിക്കെതിരെ എവേ മത്സരം. പിന്നെ ഒക്ടോബർ 27-ന് കണ്ണൂർ വാരിയേഴ്സിനെതിരെ എവേ മത്സരം വരുന്നു. അതിനുശേഷം നവംബർ 1-ന് തിരുവനന്തപുരം കൊമ്പൻസിനെതിരെ ഹോം മത്സരം. ഇതാണ് മലപ്പുറം എഫ് സിയുടെ കേരള സൂപ്പർ ലീഗിലെ ലീഗ് ഘട്ടത്തിലെ മത്സരങ്ങൾ. ശ്രദ്ധിക്കേണ്ട കാര്യം, മത്സരങ്ങളൊക്കെ 7:30-നാണ്. ഉദ്ഘാടന മത്സരം മാത്രമാണ് 8 മണിക്കുള്ളത്. ബാക്കി കളികളൊക്കെ 7:30-നാണ്. അപ്പം ഒരു ടീമിന് 10 മത്സരങ്ങൾ വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ടീം 10 മത്സരങ്ങളാണ് ലീഗ് ഘട്ടത്തിൽ കളിക്കുന്നത്. ടോട്ടൽ 30 ലീഗ് മത്സരങ്ങളും പിന്നെ 2 സെമിയും ഒരു ഫൈനലും. അപ്പോൾ ഒരു പൂരം തന്നെയാണ്, ഫുട്ബോൾ പൂരം തന്നെയാണ് ഈ കുറഞ്ഞ കാലയളവിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നർത്ഥം. എന്തായാലും മലപ്പുറത്തെ ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം മിന്നും പ്രകടനം നടത്താൻ മലപ്പുറം എഫ് സിക്കാവട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.